അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഏത് പ്രയാസം നേരിടുന്ന ആളുകൾക്കും ഒരു ശമനമായിട്ട് സാന്ത്വനമായിട്ട് ഉള്ള ഒരു ദിക്ർ അസ്മാവ് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹക്ക് മുത്ത് നബി തിരുമേനി പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ്. ഈ ഒരു ദിക്റിനെ അധികരിപ്പിക്കുക. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എല്ലാ ഘട്ടത്തിലും, ദുഃഖത്തിലും സന്തോഷത്തിനും അള്ളാഹു തആല തീരുമാനിക്കാത്ത ഒന്നും തന്നെ ഈ ലോകത്ത് ദുനിയാവിൽ സംഭവിക്കുന്നില്ല. അത് ഇനി വലിയ വലിയ സിഹറുകളാണെങ്കിലും, നമുക്ക് തട്ടുന്ന കണ്ണേറുകളോ കൂടോത്തരങ്ങളോ എന്തും ഒരു കാര്യത്തിനും പേടിക്കേണ്ട. നമുക്ക് ഉള്ള കടങ്ങളാവട്ടെ, മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങൾ, അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളാണോ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത്, അതല്ലെങ്കിൽ എന്തൊക്കെ ദുഃഖങ്ങളാണോ, അത് മക്കളെ കൊണ്ടാണെങ്കിലും സമ്പത്ത് കൊണ്ടാണെങ്കിലും കടങ്ങളെ കൊണ്ടാണെങ്കിലും, എല്ലാ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു തആലയുടെ ഒരു സഹായമാണ്. നമ്മൾ അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ സഹായം തേടേണ്ടതും. അള്ളാഹുവിനോട് മാത്രമാണ് നമ്മളുടെ ദുഃഖങ്ങൾ നമ്മൾ പറഞ്ഞ് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. സന്തോഷത്തെ, അതല്ലെങ്കിൽ രോഗശമനത്തെ, എല്ലാത്തിനും അള്ളാഹുവിനോട് മാത്രമാണ് നമ്മൾ കാവൽ തേടേണ്ടത്. അവൻ്റെ സഹായം മാത്രം മതി ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ. അത് മാത്രമാണ് വേണ്ടതും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ സഹായം തേടുവാൻ ഏറ്റവും നല്ലൊരു ദിക്റാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹക്ക് മുത്ത് തിരുമേനി പറഞ്ഞു കൊടുത്ത ഈ ഒരു ദിക്ർ. ഈ ദിക്റിനെ നിങ്ങൾ അധികരിപ്പിക്കുക. എത്രത്തോളം പ്രയാസമാണ്, കടങ്ങളെ കൊണ്ടാണെങ്കിൽ, അതല്ലെങ്കിൽ വീടില്ലാത്തത് കൊണ്ടാണെങ്കിൽ, മക്കളെ കൊണ്ടാണെങ്കിൽ, എന്താണെങ്കിൽ ആ ഒരു പ്രയാസം മനസ്സിൽ വളരെയധികം മനസ്സിൽ കിടന്ന് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ഒരു ദിക്റിനെ ഒരുപാട് അധികരിപ്പിച്ച് 5 വക്ത് നിസ്കാര ശേഷം അള്ളാഹുവിനോട് ഈ ഒരു ദിക്റിനെ മനസ്സിൽ പ്രയാസത്തെ ഉള്ളിലേക്ക്, ആ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും. അള്ളാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ എന്ന ഈ ഒരൊറ്റ ദിക്ർ മതി. ഇതിനെ നിങ്ങൾ ഒരുപാട് തവണ അള്ളാഹുവേ എന്ന് മാത്രം അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇത് എത്ര പർവ്വത സമാനമായിട്ടുള്ള ദുഃഖമാണെങ്കിലും പ്രയാസമാണെങ്കിലും അള്ളാഹു തആല നീക്കിത്തരും. ഇത് വളരെയധികം ഇതിന് എല്ലാ പ്രയാസങ്ങൾക്കും ശമനം നൽകുന്ന ഒരു ദിക്റാണ്. അള്ളാഹുവിൻ്റെ സഹായം തേടാൻ ഉത്തമമായിട്ടുള്ള ഒരു ദിക്റാണ് ഈ ഒരു ഇസ്മ എന്ന് പറയുന്നത്. എന്താണ്? അള്ളാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈഅ എന്ന ദിക്റിനെ നിങ്ങൾ 5 വക്ത് നിസ്കാര ശേഷം, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ്, അല്ലെങ്കിൽ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും അള്ളാഹു തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, അതുപോലെ മുസീബത്തുകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.